Hi friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന Amazfitന്റെ GTS 2 mini എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റു വാച്ചുകൾക്ക് ഇല്ലാത്ത ഒരു സവിശേഷതകൾ ഇനി പറയുകയാണെങ്കിൽ ഒന്ന് നമ്പർ 1 അലക്സ സപ്പോർട്ടുകളാണ് ഇതിനകത്ത്. നമുക്ക് ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ അലക്സ സപ്പോർട്ടുകളായിട്ടുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നതാണ്. നമ്പർ 2 എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 3 എന്ന് പറയുന്നതാണ് 70+ സ്പോർട്ട് മോഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്പർ 4 ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല, അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണിത്. അതുകൂടാതെ നമ്പർ 5 പറയുന്നത് 14 days ഇതിന് ബാറ്ററി ലൈഫ് ഉണ്ട്. പ്ലസ് ലാസ്റ്റ് പോയിന്റ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പ്ലസ് 40 days ബാറ്ററി ലൈഫ് ഉണ്ട്. അത് ഇന്നത്തെ Amazfitന്റെ റേറ്റ് വന്നിരിക്കുന്നത് 5,998 5,998 രൂപയാണ്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് പർച്ചേസ് ചെയ്തത് 7,000 രൂപയ്ക്കാണ്. ഇപ്പോൾ അതിന് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ആമസോണിൽ കയറിയിട്ട്. അപ്പോൾ Amazfitന്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. നമുക്കൊരു അലുമിനിയം ഫിനിഷ് കാണാൻ സാധിക്കും റൗണ്ടായിട്ട്. ബാക്ക് സൈഡിലാണ് സെൻസർ വന്നിരിക്കുന്നത്. അതുകൂടാതെ റിമൂവബിൾ ആയിട്ടുള്ള സ്ട്രാഫാണ് ഇതിനുള്ളത്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്പ്ലേനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയാണ് ഇതിനുള്ളത്. അതുകൂടാതെ ബ്ലാക്ക് കളർ നന്നായിട്ട് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെറ്റേഴ്സൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോണറിൻ്റെ ഒരു വാച്ച് കൂടെ കാണിക്കാം, സ്മാർട്ട് വാച്ച്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ നോക്കിയിട്ട് ഏകദേശം അതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കുറച്ചും കൂടി ക്ലാരിറ്റി കൂടുതൽ Amazfitൻ്റെയാണ്, ബിക്കോസ് അത് AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് എടുത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് സ്റ്റാഫും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചാർജർ വരുന്നത് ഇതാണ് ചാർജർ. ഇത് മാഗ്നറ്റാണ്, ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടി ചെയ്യുന്നുള്ളൂ, ചാർജ് ആവുന്നതാണ്. മീറ്റർ വരെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. 50 മീറ്റർ വരെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് കംപ്ലൈൻറ്റ്സ് ഒന്നും വരാതെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാച്ചിൻ്റെ ഡേ ടൈം വിസിബിലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിസിബിളാണ് ഡിസ്പ്ലേ ഡേ ടൈമിലും. ഇതാണ് ഇതിൻ്റെ ഹോം സ്ക്രീൻ വരുന്നത്. നമ്മൾ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി ഗോൾ കാണാൻ സാധിക്കും, ഹാർട്ട് ബീറ്റ് കാണാൻ സാധിക്കും, അതുപോലെ ഓക്സിജൻ ലെവൽ കാണാൻ സാധിക്കും, സ്ട്രെസ് ലെവൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ PAI നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ വെതർ, അലാറം, മ്യൂസിക് കൺട്രോള്, പിന്നെ അലക്സ സപ്പോർട്ടും. മുകളിൽ താഴേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ചാർജ് കാണാൻ സാധിക്കും, ടൈം കാണാൻ സാധിക്കും, ഡേറ്റ്. അതുകൂടാതെ തന്നെ നമുക്ക് ഓരോ ഓപ്ഷൻസ് DNDയുടെ ഓരോ ഫങ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അലാറം ഉണ്ട് ഇവിടെ തന്നെ. അതുകൂടാതെ തന്നെ ബ്രൈറ്റ്നെസ് കൺട്രോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ബ്രൈറ്റ്നെസ് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം ആവശ്യത്തിനനുസരിച്ച്. അതുകൂടാതെ ഓട്ടോമാറ്റിക്കും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ വാച്ച് ഫേസ്, ബാറ്ററി ലൈഫ്, സ്ക്രീൻ ഓഫ്, ഓട്ടോ സ്ക്രീൻ ഓഫ്, അങ്ങനെയുള്ള ഓപ്ഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. മെയിൻ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബട്ടൺ, ഒരു സിംഗിൾ ബട്ടണാണ് ഇവിടെ വരുന്നത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേറെ കുറേ ഓപ്ഷൻസും കൂടെ ഫങ്ഷൻസും കൂടെ കിട്ടുന്നതാണ്. ആക്ടിവിറ്റി ഗോൾ, നമുക്കൊരു ആക്ടിവിറ്റി സെറ്റ് ചെയ്ത് ഗോൾ ചെയ്യാൻ ഒരു PAI, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, വർക്കൗട്ട് ഹിസ്റ്ററി, ഓക്സിജൻ ലെവൽ, സ്ട്രെസ്സ്, ബ്രീത്തിങ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. മോറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ അലക്സ മ്യൂസിക് സിസ്റ്റം, കൺട്രോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് നോട്ടിഫിക്കേഷൻ വല്ലതും വരികയാണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെ വരുന്നതാണ്. ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ഇതിനകത്ത് വരുന്നതാണ്. നമ്മൾ അലോ ചെയ്യുന്ന എല്ലാ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസും ഇതിനകത്ത് വരുന്നതാണ്. Amazfit കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിപ്പ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ്, QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. PAI,
സ്ലീപ്പിൻ്റെ ടൈം, ഡീപ്പ് സ്ലീപ്പ് എത്രയാണ്, സ്ലീപ്പ് ഡ്യൂറേഷൻ എത്രയാണ്, ഹാർട്ട് റേറ്റ്, സ്ട്രെസ് ലെവൽ, ബ്ലഡ് ഓക്സിജൻ, അങ്ങനെ പരമാവധി ഇൻഫർമേഷൻ നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റണ്ണിങ്ങിൻ്റെ ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്സിൻ്റെ ആണെങ്കിലും കലോറി എത്ര ബേൺ ചെയ്തതാണെങ്കിൽ എല്ലാ ഇൻഫർമേഷനും നമുക്ക് മൊബൈലിൽ കൂടിയാണ് ഇതിനകത്ത് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വാച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.